إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والتي أحصنت فرجها فنفخنا فيها من روحنا وجعلناها وابنها آية للعالمين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമിയെയും ഹവ്വാ ബീവിയെയും ഈ ദമ്പതിമാരെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അള്ളാഹു പറഞ്ഞ ഒരു വാചകം, ഫൈമ യഅതി അന്നകും മിന്നി ഹുദൻ. പിശാചിന്റെ ദുർമന്ത്രണത്തിൽപ്പെട്ട് ആ പഴം ഭക്ഷിച്ചു പോവുകയും എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പുറത്താക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു പറഞ്ഞ കാര്യമാണ്, ഫൈമ യഅതി അന്നകും മിന്നി ഹുദൻ, എന്നിൽ നിന്നുള്ള ഹുദ, മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ, ഫമൻ തബിഅ ഹുദായ, ആ മാർഗദർശനത്തെ, എൻ്റെ ഹുദയെ ആരാണോ പിൻപറ്റുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ ഈ ഹുദ പ്രചരിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ സന്മാർഗത്തിന്റെ ആ വഴി, സ്വർഗത്തിലേക്കുള്ള ആ വഴി പ്രചരിപ്പിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാരെല്ലാം കടന്നു വന്നിരിക്കുന്നത്. ആ പ്രവാചകന്മാരിൽ നമുക്കറിയാം, നമുക്ക് പേരറിയുന്നത് 25 നബിമാരുടെ പേരുകളാണ്. 300 ചില്ലാനം റസൂലുമാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. എല്ലാം കടന്നു വന്നത് ഈ യഥാർത്ഥ ഹുദയിലേക്ക്, സ്വർഗത്തിന്റെ വഴികളിലേക്ക് ക്ഷണിക്കാനാണ്, അള്ളാഹുവിന്റെ സന്ദേശം തൗഹീദ് പഠിപ്പിക്കാനാണ് ലോകത്ത് എല്ലാ നാടുകളിലേക്കും പ്രവാചകന്മാർ കടന്നു വന്നത്. ഈ പ്രവാചകന്മാരിൽ 5 പ്രവാചകന്മാരെ ഉലുൽ അസ്മ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഖുർആൻ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ 5 നബിമാരാണ്. ആരൊക്കെയാണ് 5 നബിമാർ? നൂഹ് നബി അലൈഹിസ്സലാം, അബ്ബലുർ റസൂൽ, ആദ്യത്തെ റസൂൽ എന്നറിയപ്പെടുന്ന നൂഹ് നബിയാണ്. പിന്നെ അബുൽ അംബിയ, അല്ലെങ്കിൽ പ്രവാചകൻ കഴിഞ്ഞാൽ അംബിയാക്കളുടെ സയ്യിദ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയാണ്. മറ്റൊന്ന് മൂസാ നബി അലൈഹി ഇസ്ലാമയാണ്. പിന്നെ ഈസാ അലൈഹി ഇസ്ലാമയാണ്. പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 നബിമാർ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ 2 മക്കൾ
ഇസ്മായിൽ അലൈഹിസ്സലാമയും ഇസ്ഹാഖ് അലൈഹിസ്സലാമയും. അതിലെ ഇസ്മായിൽ അലൈഹിസ്സലാമയിലൂടെയാണ് അറബികൾ രൂപപ്പെടുന്നത്. ഇസ്മായിൽ അലൈഹിസ്സലാം മക്കയിലെ ജുർഹൂം ഗോത്രക്കാരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുകയും അതിൽ മക്കൾ ഉണ്ടാവുകയും അവരാണ് ഹറമിന്റെ പരിസരത്ത് ജീവിച്ച് പിൽക്കാലത്ത് പ്രവാചകൻ അതിന്റെ ആ ഒരു താവഴിയിൽ ആ പാരമ്പര്യത്തിലാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. എന്നാൽ മറ്റൊരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ ശൃംഖല നമ്മൾ എടുക്കുമ്പോൾ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ മകനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന പേര്. ഖുർആൻ തന്നെ അത് വിശേഷിപ്പിച്ചതാണ്. യാക്കൂബ് അലൈഹിസ്സലാമക്ക് 12 മക്കളാണ്. ആ 12 മക്കൾ ഖുർആൻ പറയുന്നത് 12 ഗോത്രങ്ങളായി 12 സന്താന പരമ്പരകളായി അവർ മാറി. ഈ 12 ഗോത്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ ബനു ഇസ്രായീൽ എന്ന് നമ്മൾ പറയുന്നത്. ബനു എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണ്. ഇസ്രായേലിന്റെ മക്കൾ അത് 12 മക്കളാണ്. അതിലാണ് 11ാമൻ യൂസുഫ് നബി അലൈഹിസ്സലാം കടന്നു വരുന്നത്. അങ്ങനെ ഈ 12 മക്കൾ അവരുടെ ആ സന്താന പരമ്പരകൾ അടങ്ങുന്ന ആ കാര്യത്തെ ആ ജനവിഭാഗത്തെയാണ് നമ്മൾ ബനു ഇസ്രായേല്യർ എന്ന് പറയുന്നത്. ഈ ബനു ഇസ്രായേലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ പ്രവാചകന്മാർ വിടവില്ലാതെ പ്രവാചകന്മാർ വന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഓരോ നബി കഴിയുമ്പോൾ ആ നബി വഫാത്താകുന്നതിൽ പിന്നെ മറ്റൊരു പ്രവാചകൻ അവരിലേക്ക് കടന്നു വന്നു. എന്നാൽ ബനു ഇസ്രായേലിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ ഒരു ജനവിഭാഗമാണവർ. എന്നാൽ ഏറ്റവും അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച ഒരു ജനവിഭാഗവും ബനു ഇസ്രായേലരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകിയത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം കടന്നു വരുന്നത് ബനു ഇസ്രായേലരിലെ ഒരു പ്രവാചകനായിട്ടാണ്. വ്യത്യസ്ത പ്രവാചകന്മാർ കടന്നു വന്ന ബനു ഇസ്രായേലരിൽ മൂസാ നബി അലൈഹിസ്സലാം കടന്നു വന്ന ആ കാലഘട്ടത്തിൽ ബനു ഇസ്രായേലർ എന്തൊക്കെ അത്ഭുതങ്ങൾ കണ്ടു. നാട് ഭരിച്ച അവരെ അടിമത്തത്തിൽ നിർത്തിയ ഫിർഔനിന്റെ നാശം കൺമുന്നിൽ കണ്ണുകൊണ്ട് കണ്ടവരാണ് ബനു ഇസ്രായേലർ. കടലിൽ മുങ്ങിച്ചാവുന്നത് അവർ നേരിട്ട് കണ്ടതാണ്. ഈ ഫിറൗനും അതേപോലെ ഫിറൗനിന്റെ കൂടെയുള്ള ആളുകളും. അതേപോലെ തന്നെ മന്നയും സൽവയും ആകാശത്തു നിന്ന് മരുഭൂമിയിൽ അവർക്ക് ഇറക്കി കൊടുത്തു. കാർമേഘങ്ങൾ കൊണ്ട് തണലിട്ട് കൊടുത്തു അവർക്ക്. ഇങ്ങനെ ഫലസ്തീനിന്റെ ആധിപത്യം അവർക്ക് പിന്നീട് കൊടുത്തു. ഇതൊക്കെ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തവരാണ് യഥാർത്ഥത്തിൽ ബനു ഇസ്രായേല്യർ എന്ന് പറയുന്നവർ. എന്നാൽ അവർക്ക് തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമിലൂടെ തൗറാത്ത് കൊടുത്തു. എന്നിട്ട് അവരെന്താണ് ചെയ്തത്? ശിർക്കാണ് അവർ ചെയ്തത്. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വാഹയിൽ അത് പറയുന്നുണ്ട്. ഫഅഖ്റജ ലഹും ഇജ്ലൻ ജസദൻ ലഹു ഖുവാർ. അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചില സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് പശുക്കുട്ടിയെ നിർമ്മിച്ച് ആ പശുക്കുട്ടിയെ നിർമ്മിച്ചിട്ട് ഒരു ചെറിയ പശുക്കുട്ടിയുടെ രൂപത്തിൽ ആ സ്വർണം കൊണ്ടാണ് അവർ ഉണ്ടാക്കിയത്. എന്നിട്ട് അവർ പറഞ്ഞു ഫഖാലു ഹാദാ ഇലാഹുക്കും വ ഇലാഹു മൂസ. ഇതാണ് നിങ്ങളുടെ ആരാധ്യൻ, ഇതാണ് മൂസയുടെ ആരാധ്യൻ. ആരാണ് പറയുന്നത്? ചങ്കടൽ പിളർന്നു കണ്ടവർ, അതേപോലെ തൗറാത്ത് ഇറക്കപ്പെട്ടവർ, അതേപോലെ തന്നെ മന്നയും സെൽവയും തിന്നവർ, എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിച്ചവർ. 40 ദിവസത്തേക്കാണ് മൂസാ നബി അലൈഹിസ്സലാം തൂരി സീനയിലേക്ക് തൗറാത്ത് വാങ്ങാൻ പോയത്. തിരിച്ചു വരുമ്പോൾ മൂസാ നബി കാണുന്നത് ഈ ജനസമൂഹം ഒരു പശുക്കുട്ടിയുടെ മുമ്പിൽ എഴുത്തിക്കാഫിരുന്ന് അവരെ ആരാധിക്കുന്നതാണ്. വലിയ പാഠമാണ്. തൗഹീദുള്ളവർ ശിർക്കിലേക്ക് എത്തിപ്പെടാം. നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ടതാണ്. ഇവിടെ ബനു ഇസ്രായേല്യരുടെ ഏറ്റവും വലിയ നന്ദികേടാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്നാൽ വീണ്ടും മൂസാ നബി അലൈഹി സ്വലാമിയുടെ മരണശേഷം എന്താണ് സംഭവിച്ചത്? ബനു ഇസ്രായേലിന്റെ ആ ചരിത്രം പഠിക്കുമ്പോൾ തൗറാത്ത് മാറ്റിമറിക്കപ്പെട്ടു. അവരിലേക്ക് ഇറങ്ങിയ ഒറിജിനൽ തൗറാത്തിനെ അവർ മാറ്റിമറിച്ചു കളഞ്ഞു എന്നാണ്. അവർ കൈകടത്തലുകൾ നടത്തി. അവർക്ക് പറ്റാത്ത അള്ളാഹുവിന്റെ ദൈവിക കൽപ്പനകളെ അവർ മാറ്റിത്തിരുത്തി. അവർക്ക് വേണ്ടതിന് അവർ കൂട്ടിച്ചേർത്തു. എത്ര വലിയ ധിക്കാരമാണ് തൗറാത്തിൽ അവർ നടത്തിയത്. പിന്നീട് ബനു ഇസ്രായേലരിൽ മഹാനായ പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം ഇവിടെ ഇതെല്ലാം നമ്മൾ വായിക്കുന്നത് ഫലസ്തീനും അതേപോലെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിസരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിന്റെ എല്ലാം കോണ്ടെക്സ്റ്റ്, ഇതിന്റെ എല്ലാം ലൊക്കേഷൻ. ഇവിടെ സക്കരിയ നബി അലൈഹിസ്സലാം അന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ അതിന്റെ പൂർണ്ണമായ അതിന്റെ പരിപാലനവും എല്ലാം ഏൽപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് സക്കരിയ നബി അലൈഹി. അപ്പൊ അദ്ദേഹം ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകനാണ്. ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയാണ് ഹന്ന എന്ന് ചരിത്രത്തിൽ പറയുന്ന ഇമ്രാൻ അലൈഹിസ്സലാം. ഇമ്രാന്റെ ഭാര്യ ഹന്ന ഇമ്രാൻ ദമ്പതികൾ വർഷങ്ങളായി അവർക്ക് മക്കളില്ലായിരുന്നു.
എന്നാൽ അവരുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ ഹന്ന ഗർഭിണിയാവുകയാണ്. നമ്മൾ സൂറത്തു ആലു ഇമ്രാൻ എന്ന് വായിക്കുന്നുണ്ട്, 3-ാം അധ്യായം ആലു ഇമ്രാൻ. ഇമ്രാനിന്റെ കുടുംബം എന്നാണ് അതിന്റെ അധ്യായത്തിന്റെ പേര്. ഇവിടെ ഇമ്രാനിന്റെ ഹന്ന ദമ്പതികൾക്ക് അവർക്ക് മക്കളുണ്ടാവുകയാണ്. അവർ ഒരു നേർച്ച നേർന്നു. എന്താണ്? ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾ എന്ത് ചെയ്യും? ബൈത്തുൽ മുഖദ്ദസിന് ഞങ്ങൾ അതിന്റെ പരിപാലനത്തിന് വേണ്ടി ഞങ്ങൾ നേർച്ച നേരുകയാണ്. അങ്ങനെ സാധാരണ പള്ളിക്ക് ആൺകുട്ടികളെയാണ് നേർച്ച നേറുക. പക്ഷേ ആ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ ആ പെൺകുഞ്ഞായിരുന്നു. അതിന് മറിയം എന്ന് പേരിട്ടു അവർ, മറിയം അലൈഹിസ്സലാം. അങ്ങനെ അവർ സന്തോഷാധിക്യത്താൽ ആ നേർച്ചയെ അള്ളാഹു സ്വീകരിക്കുകയും അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനത്തിന് നേർച്ച നേർന്ന് സക്കരിയ നബി അലൈഹി സ്വലാമയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. വഖഫലഹ സക്കരിയ, ആ മഹദിയെ സക്കരിയ നബി അലൈഹി സ്വലാമയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ ബന്ധം പറഞ്ഞത് സക്കരിയ നബി അലൈഹി സ്വലാമയുടെ ഭാര്യ സഹോദരിയാണ് മറിയം ബീവിയുടെ മാതാവ് എന്ന് പറയുന്നത്. ഇവിടെ സക്കരിയ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തു. അവിടെ പിന്നെ മറിയം ബീവിയിലൂടെ പല കറാമത്തുകളും വെളിവായി. വിശുദ്ധ ഖുർആൻ പിന്നെ സൂറത്തു ആലി ഇമ്രാനിലൊക്കെ വളരെ കൃത്യമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. സക്കരിയ അലൈഹി സ്വലാം അവിടെ മറിയം ബീവി പള്ളിയിൽ ആരാധനാ നിബിഡമായി കഴിയുകയാണ്. അവർക്ക് പ്രത്യേകമായ ഒരു മിഹ്റാബ് ഉണ്ടായിരുന്നു. അവിടെ ആരാധനകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഭാഗം, ഒരു പ്രാർത്ഥനാ മണ്ഡപം അവർക്ക് ഉണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ സക്കരിയ നബി കണ്ട കാഴ്ചയെ പറ്റി ഖുർആൻ പറയുന്നുണ്ട്. വഖഫലഹ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോഴെല്ലാം വജദ ഇൻദഹാ റിസ്ഖ, അവർക്ക് റിസ്ഖ് നൽകപ്പെട്ടിരിക്കുന്നു. അവിടെ ഫലസ്തീനിൽ കായ്ക്കാത്ത, അവിടെ ലഭ്യമല്ലാത്ത കുറെ ഭക്ഷണങ്ങൾ മറിയം ബീവിയുടെ മുമ്പിൽ ഒരു ഭക്ഷണത്തളിക കാണുന്നു. അപ്പോൾ സക്കരിയ നബി ചോദിക്കാണ്, ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇത് എവിടെ നിന്നാണ് നിനക്ക് കിട്ടിയത്? ഈ ഭക്ഷണങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് ഇവിടെ ഒന്നും ലഭ്യമല്ലാത്തതാണ്. അപ്പോൾ മറിയം ബീവി പറയാണ്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അല്ലാഹുവിന്റെ അടുക്കൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ കൊടുക്കും. ഈ സമയത്താണ് ചരിത്രം പറയുന്നത് സക്കരിയ അലൈഹി ഇസ്ലാമിനും മക്കളില്ല. സക്കരിയ അലൈഹി ഇസ്ലാമിന്റെ പ്രായം 100 കടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ഭാര്യക്ക് 90 കഴിഞ്ഞിട്ടുണ്ട്. തീർത്തും വന്ധ്യയാണ്, ആഖിറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സക്കരിയ നബി കറാമത്ത് നേരിട്ട് കണ്ട മറിയം ബീവിയോടല്ല തേടുന്നത്. പിന്നെ ഒറിജിനൽ കറാമത്ത്, ഇസ്ലാം പഠിപ്പിച്ച കറാമത്ത് സക്കരിയ അലൈഹി ഇസ്ലാം നേരിട്ട് കാണണം. ഒരിക്കലും പിന്നെ സക്കരിയ അലൈഹി ഇസ്ലാം മറിയമേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് പറഞ്ഞില്ല. ഈ കറാമത്ത് മറിയം ബീവിക്ക് കൊടുത്ത സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനോട് ഞാൻ ഒന്ന് കുഞ്ഞിനെ ചോദിച്ചു നോക്കാം. അവിടെയാണ് സൂറത്ത് മറിയമിന്റെ ആദ്യ ഭാഗത്ത് സക്കരിയ നബി അലൈഹി ഇസ്ലാമിയുടെ ദുആ നമ്മൾ കാണുന്നത്. ഗോപ്യമായി, നിഷ്കളങ്കമായി, ഭയപ്പാടോടുകൂടെ സക്കരിയ നബി ഇസ്ലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എനിക്കൊരു കുട്ടിനെ തരണേ. അള്ളാഹു കൊടുത്തു. അതാണ് യഹ്യ, ഇസ്മുഹു യഹ്യ എന്ന് പറയുന്നത്. അപ്പോ സക്കരിയ നബി അലൈഹി ഇസ്ലാം മറിയം ബീവിയിലൂടെ അത്തരം കറാമത്തുകൾ കണ്ടു. ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്, ഇവിടെ മറിയം ബീവിയിലൂടെ ചില അത്ഭുതകരമായ കറാമത്തുകൾ വേറെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മറിയം ബീവിയുമായി ബന്ധപ്പെട്ട ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ വിശ്വാസികൾക്ക് മാതൃകയായി ഖുർആൻ പരിചയപ്പെടുത്തിയ 2 വനിതകളിൽ ഒരാളാണ് മറിയം ബീവി എന്നത്. നമുക്കറിയാം, ഖുർആനിൽ ആകെ പേര് പരാമർശിച്ച ഏക വനിത അത് മറിയം അലൈഹിസ്സലാമയാണ്. അവിടെ 19-ാം അധ്യായം സൂറത്തു മറിയം, ഒരു അധ്യായത്തിനു പേരു തന്നെ മറിയം. നിരവധി തവണ ഖുർആനിൽ പേരുപയോഗിച്ചു എന്നതാണ്. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ അവരുമായി ബന്ധപ്പെട്ട ധാരാളം കറാമത്തുകൾ പറഞ്ഞ കൂട്ടത്തിൽ അതിൽ ഏറ്റവും വലിയ ഒരു കറാമത്തായിരുന്നു ഭർത്താവില്ലാതെ അവർക്കൊരു കുഞ്ഞു ജനിച്ചു എന്നതാണ്. മറിയം ബീവിക്ക് ഒരു കുഞ്ഞുണ്ടാവുകയാണ്. അവരുടെ മകനായി ഈസാ നബി അലിഹിസ്സലാം, ഈസ ബിനു മറിയം എന്ന് പറയുന്ന ആ പ്രവാചകൻ, നമ്മൾ ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്റെ ജനനം മറിയം ബീവിയിലൂടെയാണ്. അവിടെ നമുക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങൾ നമുക്കുണ്ട്. അദ്ദേഹത്തിന്റെ ജനനം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മുഅ്ജിസാത്തുകൾ, അതേപോലെ അള്ളാഹുവിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത്, അദ്ദേഹം വീണ്ടും ഖിയാമത്തിന്റെ അലാമത്തായി അദ്ദേഹം ഇറങ്ങി വരുന്നത്, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ, പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഈസാ നബി അലൈഹി ഇസ്ലാമിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് എന്താണ് അവിടെ കൃത്യമായി നടന്നത്. ഇവിടെ ഈസാ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ധാരാളം തെറ്റായ ധാരണകൾ ചരിത്രത്തിൽ അന്നു മുതൽ ഇങ്ങോളം പ്രചരിപ്പിച്ചു പോന്നിട്ടുണ്ട്. വഖാലത്തിൻ നസാറ അൽ മസീഹി ബിനുല്ലാ, അവര് പറഞ്ഞത്, നസാറാക്കൾ പറഞ്ഞത് എന്താണ്?
ദൈവപുത്രനാണ് ഈസ. എന്തായിരുന്നു അതിന്റെ കാരണങ്ങൾ? ഒരു ഭർത്താവിന്റെ പുരുഷ സ്പർശനമില്ലാതെ അവിടെ മറിയം ബീവിക്ക് ഒരു കുഞ്ഞു ജനിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ അംബിയായിലെ 91-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലത്തി അഹ്സനത് ഫർജഹ ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിനാ വജഅൽനാഹാ വബ്നഹാ ആയത്തൻ ലിൽ ആലമീൻ. ഇവിടെ മറിയം ബീവിയെ പറ്റിയാണ് പറഞ്ഞത്. തന്റെ ഗുഹ്യാവയവം സൂക്ഷിച്ച, ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചവളാണ് മറിയം. അങ്ങനെ പറയാൻ ചില കാരണങ്ങളുണ്ട്. അവിടെ യഹൂദികൾ പറഞ്ഞത് ജാരസന്തതിയായിരുന്നു മറിയം എന്നാണ്. അതേപോലെ നസ്വാറാക്കൾ പറഞ്ഞത് ദൈവപുത്രനാണ് ഈസാ അലൈഹി ഇസ്ലാം എന്നാണ്. അതേപോലെ ത്രീത്വം പറഞ്ഞു, ദൈവത്തിന്റെ മൂന്നിലൊന്നാണ് ഈസാ അലൈഹി ഇസ്ലാം എന്നൊക്കെ തെറ്റായ പ്രചരണങ്ങൾ അവർ നടത്തി. ഇന്നും ആളുകൾ അത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഖുർആൻ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം എന്താണ്? ഈസാ അലൈഹി ഇസ്ലാമിയുടെ ജനനവുമായി ഖുർആൻ നടത്തിയ യാഥാർത്ഥ്യങ്ങൾ 19-ാം അധ്യായം സൂറത്തു മറിയമിലെ ആയത്തുകളിലൂടെ വളരെ വിശദമായി അള്ളാഹു ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്? ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ. ഖുർആൻ പറയാണ്, സൂറത്തു മറിയം 17 മുതലുള്ള ആയത്തുകളിൽ അത് പറയുന്നുണ്ട്. മറിയം ബീവി അവിടെ പള്ളിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യാണ്? ആരാധനകൾക്ക് വേണ്ടി ഒരു മറ സ്വീകരിച്ച്, ഒരു മറക്കു പിന്നിൽ കിഴക്കുഭാഗത്തേക്ക് മറിയം ബീവി മാറി നിൽക്കുകയാണ്. അവിടെ മറിയം ബീവിയുടെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, നമ്മുടെ റൂഹിനെ അവളിലേക്ക് നാം അയച്ചു അല്ല പറയാണ്. ഇവിടെ ആരാണ് റൂഹ്? ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. ഫതമസ്സല ലഹാ ബശറൻ സവിയ. ജിബ്രീൽ എങ്ങനെയാണ് മറിയം ബീവിയുടെ അടുക്കലേക്ക് ചെന്നത്? ജിബ്രീലിന്റെ മലക്കിന്റെ യഥാർത്ഥ രൂപത്തിലല്ല, മനുഷ്യരൂപം പൂണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഏകാഗിയായി നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. മറിയം ബീവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പൂർണ്ണമായ സൗന്ദര്യമൊത്ത ഒരു പുരുഷനായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. അവിടെ മറിയം ബീവിയുടെ പ്രതികരണം എന്തായിരുന്നു? ഇവിടെ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട്. ഒരു പുരുഷ സാന്നിധ്യം ഉണ്ടായപ്പോൾ മറിയം ബീവി ആദ്യം പറഞ്ഞ വാചകം എന്താണ്? ഖുർആൻ പറയാണ്, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. നിന്നിൽ നിന്ന് റഹ്മാനായ റബ്ബിനോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. ഇൻ കുൻത തഖിയ, നീ തഖ്വയുള്ള ആളാണെങ്കിൽ എന്നെ വിട്ട് മാറിപ്പോകണം. നീ അള്ളാനെ പേടിക്കുന്ന ആളാണെങ്കിൽ ഇവിടുന്ന് പോവണം. കാരണം ഒരു പുരുഷനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ജിബ്രീൽ അലൈഹി ഇസ്ലാം പ്രതികരിച്ചു, ഖാല ഇന്നമാ അന റസൂലു റബ്ബിക്, ഞാൻ നിന്റെ റബ്ബ് അയച്ച റസൂലാണ്. എന്നിട്ട് പറഞ്ഞു, ലി അഹബലകി ഗുലാമൻ സക്കിയ, ഒരു പരിശുദ്ധനായ ഒരു കുഞ്ഞിനെ സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോ മറിയം ബീവി ആശങ്കകൾ പങ്കുവെച്ചു. ഖാലത് അന്നാ യകൂനു ലീ ഗുലാം, എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും? വലം യംസസ്നി ബശറുൻ, ഒരു പുരുഷ സ്പർശനം എന്നിൽ ഏറ്റിട്ടില്ല. അതേപോലെ വലം അക്കു ബഗിയ, ഞാനൊരു ദുർനടപ്പുകാരിയുമല്ല. മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് ഹറാമിന്റെ വഴി സ്വീകരിച്ചിട്ടില്ല. അതേപോലെ ഹലാലായ വഴിയിൽ ഒരു ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ 2 രൂപത്തിലും ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതകളൊന്നുമില്ലാത്ത എനിക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാകും എന്നതായിരുന്നു മറിയം പ്രതികരിച്ചത്. എന്നിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം വീണ്ടും പ്രതികരിക്കുകയാണ്, ഖാല കദാലിക്, കാര്യങ്ങൾ അപ്രകാരം തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുക്കി, നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഹുവ അലയ്യ ഹയ്യിനുൻ, അല്ലാഹനെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമാണ്, അത് നിസ്സാരമാണ്. വലിനജഅലഹു ആയത്തൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുഴുവൻ ഒരു ദൃഷ്ടാന്തമായി ഞാൻ ഇത് സംഭവിപ്പിക്കുമെന്നാണ് അല്ലാഹ് പറഞ്ഞത്. വറഹ്മത്തൻ മിന്ന, നമ്മിൽ നിന്നുള്ള കാരുണ്യമാണ്. വകാന അംറൻ മഖ്ദിയ, അപ്പോ മറിയം ബീവി അവിടെ ഗർഭിണിയാവുകയാണ്. അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് ഇവിടെ എങ്ങനെ കുഞ്ഞുണ്ടായി, അതിന്റെ ഉത്തരമാണ് സൂറത്തുൽ അംബിയായിലെ 91 പറഞ്ഞത്, ഫനഫഖ്നാ ഫീഹാ മിർ റൂഹിനാ, നമ്മിൽ നിന്നുള്ള റൂഹ് മറിയമിലേക്ക് ഊതി എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു കുഞ്ഞിനെ സംഭവിപ്പിച്ചത്? അത് വജഅൽനാഹാ വബിനഹാ ആയത്തൻ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവൻ ദൃഷ്ടാന്തം. മറിയമിലൂടെ, ഈസാ അലൈഹി ഇസ്ലാമിലൂടെ ലോകത്തിന് മുഴുവൻ ഒരു ആയത്തായി അല്ലാഹു വെച്ചതാണ് എന്ത്? ഈ സംഭവ വികാസങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്. ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 4 പേരുകളാണ് അദ്ദേഹത്തിന് കൊടുത്തത്. ഒന്ന് ഈസബിനു മറിയം എന്നാണ്, 2 അൽ മസീഹ് എന്നാണ്, 10 തവണ ഖുർആനിൽ ഈ പേര് പരാമർശിച്ചിട്ടുണ്ട്. കലിമത്തുള്ള എന്നാണ്, 3 തവണ ഖുർആനിൽ ഈ പേര് പരാമർശിച്ചിട്ടുണ്ട്. റൂഹുല്ല എന്നാണ്. ഈ 4 പേരുകളാണ് ഖുർആൻ പറഞ്ഞത്. മറ്റൊരു പ്രത്യേകത, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം, അള്ളാഹുവിന്റെ അടുക്കൽ ഈസയുടെ ഉപമ ആദമിന്റെ ഉപമ പോലെയാണ്. കാരണം ആദം നബി അലൈഹി സ്വലാം
പിതാവും മാതാവും ഇല്ലാതെയാണ് അവിടെ ജനനം. ഇതുപോലെ പിതാവില്ലാത്ത ജനനമാണ് പിന്നെ യഥാർത്ഥത്തിൽ ഈസാ അലൈഹി സ്വലാമക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് ഈസാ നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്? ഇവിടെ ഈസാ നബി അലൈഹി സ്വലാം അവിടെ ഗർഭം ധരിച്ചപ്പോൾ മറിയം ബീവി തന്റെ സമൂഹത്തിലേക്ക് വന്നപ്പോൾ ധാരാളം അപവാദ പ്രചരണങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് ഖുർആൻ പറയുന്നു. എന്തൊക്കെയാണ് കേട്ടത്? യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരിയെ, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ വാപ്പ ഒരു മോശം മനുഷ്യനായിരുന്നില്ലല്ലോ. ആളുകൾ ചോദിച്ച ചോദ്യമാണ്. ഇമ്രാൻ എന്ന് പറയുന്നത് ഒരു മോശം മനുഷ്യനായിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അത്രയും അപമാനകരമായ പിന്നെ പദപ്രയോഗങ്ങളാണ് അവർ നടത്തിയത്. പിന്നെ അവർ പറഞ്ഞെന്താണ്? വമാ കാനത്തു ഉമ്മുക്കി ബഗിയ, നിന്റെ ഉമ്മ ഒരു ദുർനടപ്പുകാരിയായിരുന്നില്ലല്ലോ. ഇങ്ങനെ കുത്തുവാക്കുകൾ കൊണ്ട് മറിയം ബീവിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു. എന്നാൽ അവരിലൂടെ നിരവധി കറാമത്തുകൾ വെളിവായി. ഫഅശാറത്തിലൈഹി, അപ്പോൾ അവർ തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഈസാ അലൈഹി ഇസ്ലാമയെ പ്രസവിച്ചു വന്ന ആ സമയത്ത് മറിയം ബീവി തൊട്ടിലിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ, തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? ആ സമയത്ത് തന്നെ കുഞ്ഞു സംസാരിച്ചു. അത് മറ്റൊരു അത്ഭുതമാണ്. എന്താണ്? ഖാല ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഒരു കുഞ്ഞു സംസാരിക്കുകയാണ്. ആ താനിയൽ കിതാബ്, എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വജഅലനി നബിയ, എന്നെ നബിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈസാ അലൈഹി സ്വലാം തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംസാരങ്ങൾ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. അതേപോലെ ഈസാ നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട് നിരവധി മുഅ്ജിസാത്തുകൾ അവതരിപ്പിക്കുകയുണ്ടായി. കളിമൺ പക്ഷികൾക്ക് ജീവൻ നൽകിയത്, വെള്ളപ്പാണ്ട് രോഗമുള്ളവരെ ചികിത്സിച്ചു മാറ്റിയത്, മരിച്ചവരെ ജീവിപ്പിക്കുക എന്ന കാര്യം, എന്തു ഭക്ഷണം കഴിച്ചു, എന്താണ് വീട്ടിലുള്ളത് എന്ന് പറയാൻ, ഇതൊക്കെ ഇല്ലാ ബീദിനില്ല, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അദ്ദേഹം ഇതൊക്കെ ഈ മുഅ്ജിസാത്തുകളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അദ്ദേഹത്തെ കൊല്ലാൻ ആളുകൾ തീരുമാനിച്ചു എന്നാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അവിടെ ഇസ്രായേല്യരുടെ സ്വഭാവമാണ് പ്രവാചകന്മാരെ കൊന്നുകളയുക എന്ന കാര്യം. അങ്ങനെ അവരുടെ ഒരു ജീവിത ശൈലിക്കെതിരായി ആര് സംസാരിച്ചാലും അത് പ്രവാചകന്മാരാണെങ്കിലും അവര് കൊന്നിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമയും അവർ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നിസായിലെ 157 ആ കാര്യം പറയുന്നുണ്ട്. വഖൗലിഹിം ഇന്നാ ഖതൽനൽ മസീഹ ഈസ ഇബ്നു മറിയം റസൂലല്ലാഹ് വമാ ഖതലൂഹു വമാ സലബൂഹു, അവർ ഒരാളെ കൊന്നു. ഈസാ നബിയുടെ സാദൃശ്യം വരുന്ന ഒരാൾ അവർ കൊന്നു കളഞ്ഞു. ബനി ഇസ്രായേലിയർ, ഒരു നബിയെയാണ് അവർ കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുന്നത്. ഖുർആൻ ആ കാര്യത്തെ പറഞ്ഞ എന്താണ്? വമാ ഖതലൂഹു, അവർ ഈസാ നബിയെ കൊന്നിട്ടില്ല. ഇന്നും അവർ വിശ്വസിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം കുരിശിലേറി എല്ലാവരുടെയും പാപഭാരം ഏറ്റെടുത്ത് കുരിശിലേറി എന്ന ആ വിശ്വാസത്തെ ഖുർആൻ എതിർക്കുന്നു. വമാ ഖതലൂഹു, ഈസ കൊല്ലപ്പെട്ടിട്ടില്ല. വമാ സലബൂഹു, അദ്ദേഹത്തെ കുരിശിലേറ്റിയിട്ടില്ല. വലാകിൻ ശുബ്ബിഹ ലഹും, അദ്ദേഹത്തിന്റെ സാദൃശ്യമുള്ള മറ്റൊരാളെയാണ് അവർ കുരിശിലേറ്റിയിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു എന്താണ് സംഭവിച്ചത്? വമാ ഖതലൂഹു യഖീന, അദ്ദേഹത്തെ കൊന്നിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്, ഉറപ്പായും കൊന്നിട്ടില്ല. ബൽ റഫഅഹുല്ലാഹു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താണ്? ഈസാ അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ അടിമയാണ്. ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അതേപോലെ ഈസാ നബി അലൈഹി ഇസ്ലാം കുരിശിലേറ്റപ്പെട്ടിട്ടില്ല, അള്ളാഹു ഉയർത്തിയിരിക്കുകയാണ്. അദ്ദേഹം വഫാത്തായിട്ടില്ല, അദ്ദേഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഈസാ നബി അലൈഹി ഇസ്ലാം ഇറങ്ങി വരൂ, ഇതാണ് പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ മുഫസ്സിറുകൾ പറയുന്നു ഈസാ നബി ഇറങ്ങി വരും എന്നതിന് 4 ഖുർആൻ ആയത്തുകൾ തെളിവാണ്. അതിലൊന്ന് സൂറത്തു സുഖ്റുഫിലെ 61 വഇന്നഹു ലഇൽമുൻ ലിസ്സാഅ ഫലാ തംതറുന്ന ബിഹാ വത്തബിഊനി ഹാദാ സിറാത്തുൽ മുസ്തഖീം. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ വഇന്നഹു ലഇൽമുസ്സാഅ, തീർച്ചയായും അദ്ദേഹം അന്ത്യസമയത്തിന്റെ ഒരറിയിപ്പാകുന്നു ഈസാ അലൈഹി ഇസ്ലാം. ഇതിനെ വിശദീകരിച്ച് ഇബ്നു അബ്ബാസ് പറഞ്ഞിരിക്കുന്നത് ഖുറൂജു ഈസ ഇബ്നു മറിയം, ഈസാ നബി അലൈഹി ഇസ്ലാം പുറപ്പെട്ടു വരുമെന്നതാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. ഇമാം തൊബറാനി പറഞ്ഞിരിക്കുന്നത് മാ ഹുവ യഅനി ഈസാ അലൈഹി ഇസ്ലാം, ഇവിടെ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം എന്ന് പറഞ്ഞത് ഈസാ അലൈഹി ഇസ്ലാമെ തന്നെയാണ്. നിരവധി ഹദീസുകളിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് കാണാം. ഒരുപാട് ഹദീസുകൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കാണാം. എവിടെ വരും? ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഈസാ നബി അലൈഹി ഇസ്ലാം വരും. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസ്, ഇന്ന ഇദ് ബഅസല്ലാഹുൽ മസീഹ ഇബ്നു മറിയം ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈലായി ശർഖിയ ദിമഷ്ക്
ദമസ്കസിലെ വെളുത്ത ആ മിനാരത്തിൽ ഈസാ അലൈഹി ഇസ്ലാം ഇറങ്ങി വരും. അതേപോലെ മറ്റൊരു ഹദീസ് കാണാൻ സാധിക്കും. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അവിടെ എങ്ങനെയാണ്, ഇന്ന ബഅലക്കും അലാ ബഅലി, അവിടെ ഈസാ നബി അലൈഹി സ്വലാം ഫയൻസിലു ഈസ ഇബ്നു മറിയം, ഖിയാമത്ത് നാളിന്റെ അടയാളമായി ഈസാ നബി അലൈഹി സ്വലാം കടന്നു വരും. അന്ന് ഒരു സുബഹി നമസ്കാരത്തിന്റെ സമയത്ത് ഡമസ്കസിലെ പള്ളി മിനാരത്തിൽ ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങും. അന്ന് മഹ്ദിയാണ് ഇമാം നിൽക്കുക. അങ്ങനെ മഹ്ദി ഈസാ നബി അലൈഹി സ്വലാമയെ കാണുമ്പോൾ അവിടെ ഇമാമത്തിന് ആവശ്യപ്പെടുമെങ്കിലും എന്നാൽ ഈസാ നബി അലൈഹി സ്വലാം കൂട്ടാക്കാതെ ഇമാം മഹ്ദിയെ തന്നെ ഇമാമായി നിർത്തുകയും അതിന്റെ പിന്നിൽ ഈസാ നബി അലൈഹി സ്വലാം നമസ്കരിക്കുകയും ചെയ്യുമെന്നാണ്. ഡമസ്കസിലെ ജാമിഉൽ അമവിയുടെ മിനാരത്തിൽ ഇറങ്ങുമെന്ന് പറയുന്ന ആ സ്ഥലം, അവിടുത്തെ ആളുകൾ ഇന്നും സംസാരിക്കുന്നത് ഈസാ നബി അലൈഹി സ്വലാമിയുടെ അറാമിക് ഭാഷയിലാണ്. ഈസാ നബിയുടെ സംസാരവും ഭാഷയും ഒക്കെ അറാമിക്കാണ്. അവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാം ഇറങ്ങുന്നത്. സുബഹിയുടെ സമയത്താണ് ഇറങ്ങുന്നത്. ഈസാ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ കൊല്ലും എന്ന ഹദീസ് കാണാൻ സാധിക്കും. വെള്ളത്തിൽ ഉപ്പ് അലിഞ്ഞു പോകുന്നത് പോലെ ഈസാ നബി അലൈഹി സ്വലാമിയുടെ മുമ്പിൽ എന്ത് ചെയ്യും? ഈ ദജ്ജാൽ, ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ഫിത്നയായ ദജ്ജാലിനെ അവിടെ കൊല ചെയ്യുന്നത് ഈസാ അലൈഹി സ്വലാമയാണ്. ഇങ്ങനെ ഈസാ നബിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ, ഇവിടെ വ്യാജ പ്രചരണങ്ങൾ നമുക്ക് ഒരു ഭാഗത്ത് നടക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ പോലും ഈ യഹൂദികൾ പറഞ്ഞ ആരോപണം ഇന്നും പറയുന്ന ആളുകളുണ്ട്. എന്താണ്? ഈ മറിയം ബീവിക്ക് ഇതിനു മുമ്പ് ഒരു കാമുകൻ ഉണ്ടായിരുന്നെന്നും അതിലൂടെ അവിഹിതത്തിലൂടെയാണ് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ജനനം എന്ന് പറയുന്ന യഹൂദികൾ നടത്തിയ കള്ളപ്രചാരണം ഇന്നും പറയുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഇതാണ്. അള്ളാഹുവിൽ നിന്ന് ഊതപ്പെട്ട ജിബ്രീലിലൂടെ മറിയമിലേക്ക് ഊതപ്പെട്ട റൂഹാണ് യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം. അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന ആ വിശ്വാസത്തിലാണ് ഈസാ നബി അലൈഹി ഇസ്ലാം അന്ത്യനാളിന്റെ അടയാളമായി ഖിയാമത്ത് നാളിന്റെ മുമ്പായി ഇറങ്ങി വരും. ഇത്തരം വിശ്വാസങ്ങളാണ് നമ്മൾ വെച്ചു പുലർത്തേണ്ടത്. ആ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, ഡിസംബർ മാസം അവസാനം വരുമ്പോൾ പലപ്പോഴും നമ്മൾ പറയുന്ന ഈസാ നബി അലൈഹി സ്വലാമയുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ, തെറ്റായ ചില കാര്യങ്ങൾ, അതിൽ ഈസാ നബി അലൈഹി സ്വലാമയെ തന്നെ അവർ ആരാധിക്കുന്ന ഏറ്റവും മോശമായ പ്രവർത്തനം. മറ്റൊന്ന്, അദ്ദേഹം ദൈവപുത്രനാണെന്ന് അവർ വാദിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ അദ്ദേഹം ത്രിത്വത്തിലൊന്ന്, സാലിസു സലാസ്, ദൈവത്തെ മൂന്നാക്കിയാൽ മൂന്നിലൊന്നാണ് അദ്ദേഹം എന്ന് വാദിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവപുത്ര സങ്കല്പം ചരിത്രത്തിൽ പറഞ്ഞത് 3 വിഭാഗം ആളുകളാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന് പുത്രനുണ്ടെന്ന് പറഞ്ഞത്. സൂറത്ത് തൗബ 30. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ ദൈവത്തിന്റെ പുത്രനാണ്. വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറഞ്ഞു യേശു അതായത് ഈസാ അലൈഹിസ്സലാം ദൈവപുത്രനാണ്. അതേപോലെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് മലായിക്കത്തുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ഇത്തരം വാക്കുകൾ പറഞ്ഞവരെ അതിശക്തമായി ഖുർആൻ എതിർക്കുന്ന വചനങ്ങൾ സൂറത്ത് മറിയം 88 മുതൽ 90 വരെയുള്ള ആയത്തുകൾ. എന്താണ് ഖുർആൻ പറഞ്ഞത്? വഖാലു തഖദർ റഹ്മാനു വലദ, അവര് പറഞ്ഞു, അവർ എന്ന് പറഞ്ഞ ഈ ആളുകളൊക്കെയാണ്, അള്ളാഹുവിന് മകനുണ്ട് എന്ന് പറഞ്ഞ ആളുകളൊക്കെ എന്താണ് അവർ പറഞ്ഞത്? ഇത്തഖദർ റഹ്മാനു വലദ, റഹ്മാനായ റബ്ബ് ഒരു വലദിനെ സ്വീകരിച്ചു, ഒരു സന്താനത്തെ സ്വീകരിച്ചു എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, എത്ര അപകടകരമായ വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എത്ര ഗുരുതരമായ ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ അതിന്റെ ഗൗരവം പറഞ്ഞ എങ്ങനെയാണെന്നറിയോ? തകാദു സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർളു വതഖിറുൽ ജിബാലു ഹദ്ദാ, അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറാകും. ഏത് കാരണത്താലാണ്? അള്ളാഹുവിന് മകനുണ്ടെന്ന വാദം എത്ര ഗൗരവമാണ്! ആകാശം പൊട്ടിപ്പിളരുമാറ്, ഭൂമി വിണ്ടുകീറുമാറ്, അതേപോലെ പർവ്വതങ്ങൾ പൊടിപൊടിയായി തകർന്നടിയുമാറ്, അത്ര ഗൗരവമുള്ള വാക്കാണ്.
ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രിസ്മസ് ആഘോഷവും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആഘോഷത്തിന്റെ പിന്നിലുള്ള അടിസ്ഥാന ആശയം ദൈവപുത്ര സങ്കല്പവും ആ ദൈവപുത്രൻ എന്ന് അവർ പറയുന്ന ഈസാ അലൈഹിസ്സലാമയുടെ ജന്മദിനാഘോഷം എന്ന പേരിലാണ് പലപ്പോഴും ക്രിസ്മസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇവിടെ ഈസാ നബി അലൈഹിസ്സലാമയെ ദൈവമായും ദൈവപുത്രനായും സ്വീകരിച്ചു നടക്കുന്ന ഒരാഘോഷത്തെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് അതിന് ആശംസകൾ നേരാൻ കഴിയുക? അതിന്റെ ഭാഗമായി തയ്യാറാക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെ സഹകരിക്കാൻ നമുക്ക് പറ്റും? അതിന് ആശംസകൾ പറയുന്നവർ, അതിന് സപ്പോർട്ട് ചെയ്യുന്നവർ, ഏതു കാര്യത്തെയാണെങ്കിലും നമുക്ക് ഒരു മുസ്ലിം ഐഡന്റിറ്റി ഉണ്ട്, നമുക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിനെതിരായ ഒരു കാര്യത്തെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. വീടുകളിൽ സ്റ്റാർ തൂക്കുന്നവരുണ്ട്, കടകളിൽ, ഇതൊക്കെ നമ്മൾ കാരണം ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന് പുത്രനുണ്ടെന്ന വാദമാണ്. അത് ഏറെ ഗൗരവപ്പെട്ട വാക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിനോട് ഒരു നിലക്കും സമരസപ്പെടാൻ, അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല എന്നാണ്. നമുക്കറിയില്ലേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുമ്പോ ബഹുദൈവ ആരാധകർ അവിടെ അവരുടെ വിഗ്രഹങ്ങളെ ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ കാണിക്കാനാണ് അവർ പറഞ്ഞത്. അവിടെയാണ് സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങുന്നത്. ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിറുകളെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞെന്താ? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നതല്ല. വലാ അഅ്ബുദു വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല. അങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞു. നിങ്ങളുടെ ആരാധനാ രീതികൾ, എന്റെ ആരാധനാ രീതികൾ അത് രണ്ടും വ്യത്യസ്തമാണ്. തൗഹീദും ബഹുദൈവ വിശ്വാസവും രണ്ടാണ്. എന്നിട്ട് ആയത്ത് അവസാനിപ്പിച്ച് അങ്ങനെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എന്റെ ദീൻ. അതുകൊണ്ട് തന്നെ ദീനിൽ എന്തില്ല, വിശ്വാസത്തിൽ എന്തില്ല, അഡ്ജസ്റ്റ്മെന്റോ അതല്ലെങ്കിൽ സഹകരണമോ ഒന്നുമില്ല. അത് രണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും മുസ്ലിം ഐഡന്റിറ്റിയെയും മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങൾ, വിശ്വാസത്തെയും ആ ഇസ്ലാമിന്റെ തനതായ കാര്യങ്ങളെയും മുറുകെ പിടിക്കുന്ന യഥാർത്ഥ മുസ്ലിമീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത പലരുമുണ്ട്. നമ്മുടെ ഇതിനടുത്തുള്ള ഒരു സഹോദരി ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞു. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്. ചില റിസൾട്ടുകൾ ഇന്ന് വരാനിരിക്കുകയാണ്. ചില ടെസ്റ്റുകൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം വസിയത്ത് ചെയ്തിരുന്നു. അല്ലാഹു ആ ഉമ്മാക്ക് പൂർണ്ണമായ ശിഫ നൽകി ആഫിയത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ആ റിസൾട്ടുകളെല്ലാം അനുകൂലമാക്കി ആശ്വാസം നൽകുന്നതാക്കി മാറ്റണമേ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം മറ്റു ആളുകൾ, വിശ്വാസികൾ, അല്ലാഹു എല്ലാവരുടെയും രോഗം നീ ശിഫയാക്കി കൊടുക്കണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്ത് കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് സമാധാനവും നിർഭയത്വവും നൽകി അനുഗ്രഹിക്കണമേ. നാളെ പരലോകത്ത് സ്വർഗ്ഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹുവേ നീ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്ന, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇന്ന് അസറിന് ശേഷം എലാങ്കോട് വെച്ച് സുബൈർ സലഫിയുടെ ഒരു വിജ്ഞാന വേദി നടക്കുകയാണ്. പറ്റാവുന്നവരെല്ലാം കുടുംബസമേതം പങ്കെടുക്കണം. കുടുംബത്തോടെ സ്വർഗത്തിലേക്ക് എന്നതാണ് വിഷയം. മഗ്‌രിബിന് മുമ്പ് തീരുന്ന രൂപത്തിലുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.